നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ഒരവസ്ഥയായ ഓട്ടിസം എന്നതിനെക്കുറിച്ചാണ്. ഓട്ടിസം സ്പെക്ട്രം, ഓട്ടിസ്റ്റിക് ഡിസോർഡർ, ഓട്ടിസം സ്പെക്ടർ സിൻഡ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയപ്പെടുന്നത്. ആശയവിനിമയം, സാമൂഹിക ഇടപെടൽ എന്നിവയിൽ ഈ സ്പെക്ട്രത്തിലുള്ളവർക്ക് ദീർഘകാല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതോടൊപ്പം പരിമിതമായ മേഖലകളിൽ താൽപ്പര്യങ്ങൾ കാരണം ആവർത്തിച്ച് അവ ചെയ്യാനുള്ള താൽപ്പര്യം എന്നിവയും ഇവരിൽ കാണപ്പെടുന്നു. 2 വയസ്സിന് മുൻപ് തന്നെ ലക്ഷണങ്ങൾ വഴി ഇത് തിരിച്ചറിയപ്പെടുന്നു. ദൈനംദിന ജീവിതത്തിലെ പ്രയാസങ്ങൾ, ജോലി ചെയ്യാനും ബന്ധങ്ങൾ നിലനിർത്താനുമുള്ള ബുദ്ധിമുട്ടുകൾ, ആത്മഹത്യാ സാധ്യത എന്നിവയൊക്കെ ഇതിൻ്റെ സങ്കീർണതകളിൽപ്പെടുന്നു. ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണെങ്കിലും ജനിതകവും പാരിസ്ഥിതികവുമായ കാരണങ്ങൾ ഇതിലേക്ക് നയിക്കുന്നുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രായമായ മാതാപിതാക്കൾ, പാരമ്പര്യം, ചില ജനിതക ഘടകങ്ങൾ എന്നിവയൊക്കെ കാരണങ്ങളിൽ കടന്നു വന്നേക്കാം. പാരമ്പര്യവും ജനിതകവുമായ കാരണങ്ങളാണ് 65 മുതൽ 90% വരെയും ഇതിനുള്ളത്. രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് രോഗനിർണയം നടത്തുന്നത്. ഓട്ടിസ്റ്റിക് ഡിസോർഡർ, ആസ്പെർജർ സിൻഡ്രം, പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ, ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡർ എന്നിവയെല്ലാം ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. രോഗത്തിൻ്റെ ചികിത്സ ലക്ഷണങ്ങൾ നിയന്ത്രിക്കുക എന്നതാണ്. ഓരോ വ്യക്തിയിലും അവയ്ക്കനുസരിച്ചുള്ള മരുന്നുകളോ തെറാപ്പികളോ ഫലം കണ്ടേക്കാം. ബിഹേവിയറൽ തെറാപ്പി, കോപ്പിംഗ് സ്കിൽ പഠിപ്പിക്കൽ എന്നിവയെല്ലാം ഫലം കാണുന്നതായി കാണുന്നു. ഇതിലെ പരിശീലനങ്ങൾ പലപ്പോഴും മാതാപിതാക്കളും കുടുംബവും ഉൾപ്പെടുന്നതായിരിക്കും. ഓട്ടിസം ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരവസ്ഥയാണ്. നമ്മുടെ സമൂഹത്തിന് ഓട്ടിസത്തെക്കുറിച്ച് അറിവ് നൽകാനും ഓട്ടിസമുള്ള കുട്ടികളെ സമൂഹം ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടതെന്നും അവരെ നമ്മളിൽ ഒരാളായി കാണണമെന്നുമുള്ള വലിയ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനമായി ലോകമെമ്പാടും ആചരിക്കാറുണ്ട്. കുട്ടികളുടെ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനങ്ങളാണ് ഓട്ടിസം. ജനന സമയത്തെ ആദ്യ നാളുകളിൽ ഓട്ടിസം കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ഓട്ടിസം ഒരു കുഞ്ഞിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ സ്വഭാവത്തിലൂടെയാണ്. ഓട്ടിസം കുട്ടികൾ ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ അവരെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. ഓട്ടിസമുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാൻ അവരുടെ മാതാപിതാക്കൾക്ക് ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ച് പൂർണ്ണ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. സാമൂഹികപരവും ആശയവിനിമയപരവും ബുദ്ധിപരവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഓർഗാനിക് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡറാണ് ഓട്ടിസം. ഓട്ടിസത്തെ ആശയവിനിമയത്തിലും പരസ്പര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും കുട്ടികൾ നേരിടുന്ന പ്രയാസമാണെന്ന് പറയാം. ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിരിക്കും. ആൺകുട്ടികളിലാണ് ഓട്ടിസം കൂടുതലായി കണ്ടുവരുന്നത്. തലച്ചോറിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലും അസാധാരണത്വമാണ് ഓട്ടിസം ഉണ്ടാക്കുന്നത്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ 2 വയസ്സിനുള്ളിൽ തന്നെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കുഞ്ഞുങ്ങളുടെ വളർച്ചയും ബുദ്ധിവികാസവും ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം കൃത്യമായി കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കാത്തത് കൊണ്ട് മാത്രം ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ചികിത്സ ലഭിക്കാതെ പോകുകയും കുട്ടിയിൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുകയും തുടർച്ചയായി ഇവരുടെ കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് മെച്ചപ്പെട്ട പുരോഗതി ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യാം. ശൈശവത്തിൽ തന്നെ കുട്ടികളുടെ പെരുമാറ്റ രീതി നിരീക്ഷിച്ചാൽ അവരിൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയും. ഓട്ടിസമുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ താഴെ പറയുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികൾ ആദ്യകാലങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുകയോ ഇടപെടുകയോ ചെയ്യില്ല. ഇത്തരം സ്വഭാവ വൈകല്യമുള്ളവർ ഒന്നിനോടും താല്പര്യം കാണിക്കാതെയും സംരക്ഷകരോട് സ്നേഹത്തോടെ പ്രതികരിക്കാതെയും ഇരിക്കും. അച്ഛനമ്മമാരോടും മറ്റു വേണ്ടപ്പെട്ടവരോടും അടുപ്പം കാണിക്കുകയോ പരിചയത്തോടെ ചിരിക്കുകയോ ഇല്ല. ഓട്ടിസം കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന ലക്ഷണമാണ് സംസാര വൈകല്യം. ചില വാക്കുകൾ ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന പ്രത്യേകതയും ഇവരിൽ കാണാറുണ്ട്. സംസാരശേഷി ആദ്യം വളരുകയും പിന്നീട് പെട്ടെന്ന് സംസാരം കുറയുന്നതായും കാണാം. ചില ഓട്ടിസം കുഞ്ഞുങ്ങൾ തങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയില്ല. എന്നാൽ ഒരു കൂട്ടം ഓട്ടിസം കുട്ടികൾ പരിചിതരോടും അപരിചിതരോടും ഒരുപോലെ അടുപ്പം കാണിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. മറ്റുള്ളവർ തൻ്റെ അടുത്തേക്ക് വരുന്നതോ പോകുന്നതോ അറിയാത്തതായി ഭാവിക്കുന്നു. സാധാരണ കുട്ടികളെ പോലെ മാതാപിതാക്കളെ പിരിഞ്ഞിരുന്നാൽ പേടിയോ ഉത്കണ്ഠയോ ഇത്തരക്കാർ കാണിക്കുകയില്ല. ഇവർ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. സദാസമയവും സ്വന്തമായ ലോകത്ത് വിഹരിക്കുവാനും അധികം പേരും ഇഷ്ടപ്പെടുന്നത്. ഒരു പ്രകോപനവും കൂടാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. ഒരു കാരണവുമില്ലാതെ ചിരിക്കുക, കരയുക, കോപിക്കുക, വാശി പിടിക്കുക എന്നീ സ്വഭാവങ്ങളും ഓട്ടിസം കുട്ടികളിൽ കാണാം.
ദൈനംദിന കാര്യങ്ങൾ ഒരുപോലെ ചെയ്യുവാനാണ് ഇവർക്കിഷ്ടം. നിരന്തരമായി കൈകൾ ചലിപ്പിക്കുക, ചാഞ്ചാടുക തുടങ്ങിയ വിചിത്രമായ പ്രവർത്തികൾ ഇവയിൽ കണ്ടുവരുന്നു. ഓട്ടിസത്തിന് വേണ്ടിയുള്ള തെറാപ്പി വളരെ വൈവിധ്യമാർന്ന മേഖലയാണ്. ഓട്ടിസം കുട്ടികൾക്ക് മാറ്റിയെടുക്കേണ്ട സ്വഭാവ രീതികൾ കണ്ടെത്താനും ഇവരിൽ വളർത്തിയെടുക്കേണ്ട കഴിവുകൾ പഠിച്ചെടുക്കാനും മാതാപിതാക്കളുടെയും തെറാപ്പിസ്റ്റുകളുടെയും അധ്യാപകരുടെയും സഹകരണം കൂടിയേ തീരൂ. നേരത്തെയുള്ള പരിശീലനം, പ്രത്യേക വിദ്യാഭ്യാസം, ബിഹേവിയർ തെറാപ്പികൾ, കുടുംബത്തിന്റെ പിന്തുണ എന്നിവയുടെയെല്ലാം കൂട്ടായ പ്രവർത്തനം വഴി നമുക്ക് ഓട്ടിസമുള്ള കുട്ടികളെ ഭാഷയിലും പെരുമാറ്റ രീതിയിലും മാറ്റം വരുത്താൻ സഹായിക്കും. ഇത്തരം കാര്യങ്ങളിലൂടെ ഓട്ടിസം കുട്ടികളെ സാധാരണ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യും.